ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണേ. ഷാപ്പിലൊക്കെ കിട്ടുന്ന ഞണ്ട് കറി ഇല്ലേ, അതേ സ്റ്റൈലിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കിയേക്കാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ ഞണ്ടാണേ നമ്മൾ കറിയാക്കാൻ പോകുന്നത്. അവർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തതാണേ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞണ്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 500 ഗ്രാംസിന്റെ 2 ഞണ്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുക്. കടുകെല്ലാം പൊട്ടിക്കിട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ഒനിയന്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ എല്ലാം ഒന്ന് വഴണ്ട് കിട്ടണം. കുറച്ച് വെളുത്തുള്ളിയും ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി എന്ന് കുറച്ച് മുമ്പോട്ട് നിൽക്കണേ, അപ്പോഴാണ് ആ ഞണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. മസാലയുടെ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞണ്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണേ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ലാസ്റ്റിലാണ് ഇതിൽ കറിവേപ്പില നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കറിയെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ലാസ്റ്റ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ കറിക്ക്. ഇതേപോലെ കറി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണമെന്നേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയാണ് ഫ്രണ്ട്സ്. ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഞണ്ട് കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി തിളക്കരുത്, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഏത് കറി വെച്ചാലും നിങ്ങൾ കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്.